Good morning. Good morning, ma'am. Good morning, ma'am. Good morning, Miss. Good morning, ma'am. Morning. ഓക്കെ, ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് മൈക്കോളജി വരെയായിരുന്നു തോന്നുന്നു അല്ലെ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നത്. മൈക്കോളജി വരെ അല്ലേ എടുത്തത്? അതെ അതെ. ആ ഓക്കെ, നമുക്കിനി ഇപ്പൊ മൈക്കോളജി വരെ നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു. ഞാൻ കണ്ടിന്യൂ ചെയ്യാണ് കേട്ടോ. ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് ചോദിക്കാം. ഓക്കെ, റെഡിയാണോ? റെഡി. ഓക്കെ, ഇപ്പൊ ക്ലിനിക്കൽ മൈക്രോബയോളജിയില് ബാക്ടീരിയോളജി നമ്മൾ പറഞ്ഞു. അതുപോലെ ബാക്ടീരിയോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ബാക്ടീരിയയാണ്. മൈക്രോ ബാക്ടീരിയോളജി പറഞ്ഞു, സ്റ്റഡി ഓഫ് മൈക്രോ ബാക്ടീരിയം. ദെൻ വൈറോളജി പറഞ്ഞു, സ്റ്റഡി ഓഫ് വൈറസ് ആൻഡ് വൈറൽ ഡിസീസസ്. ഓക്കെ, ദെൻ മൈക്കോളജി പറഞ്ഞു, സ്റ്റഡി ഓഫ് ഫംഗി. ഇനി അടുത്തതാണ് പാരസൈറ്റോളജി. ഓക്കെ, പാരസൈറ്റോളജി എന്ന് പറഞ്ഞാല് എന്താണ്? സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ് ആണ് കേട്ടോ. പാരസൈറ്റ്സിനെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ത്? പാരസൈറ്റോളജി എന്ന് പറയുന്നത്. പരാതങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ വിരകൾ ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടാവുന്ന, നമ്മുടെ ബോഡിയിലൊക്കെ ഉണ്ടാവുന്ന വിരകൾ ഉണ്ടല്ലോ, അതിനെ കുറിച്ചിട്ടുള്ള പഠനമാണിത് പാരസൈറ്റോളജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഒന്ന് എഴുതാ, സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ് അഥവാ വിരകള്. ഓക്കെ, സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ്. പാരസൈറ്റ്സ് ഓക്കെ, വിരകൾ. ആൻഡ് പാരസൈറ്റ്സ് ഡിസീസസ്. ആൻഡ് പാരസൈറ്റ്സ് ഡിസീസസ്. പാരസൈറ്റ്സിനെ കുറിച്ചും പാരസൈറ്റ്സ് മൂലമുണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചിട്ടുള്ള പഠനത്തെയാണ് എന്ത് പറയാ? പാരസൈറ്റോളജി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എന്ത് പറയാൻ പറ്റും? വിരകൾ മൂലമുണ്ടാകുന്ന രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് പറയാൻ പറ്റുക? നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാവാറില്ല, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറില്ലേ ഈ ഒരു പ്രശ്നം മൂലം, പാരസൈറ്റ്സ് മൂലം? ഒന്ന് കമന്റ് ചെയ്തേ, എന്തൊക്കെയാ പറയാനുള്ളത്? പാരസൈറ്റ്സ് അറിയില്ല. അബ്ഡോമിനൽ ഇൻഫെക്ഷൻ ഉണ്ടാവാറില്ലേ? വയറുവേദന ഉണ്ടാവാറില്ലേ കുഞ്ഞുങ്ങൾക്ക്? ഇല്ല, പാരസൈറ്റ്സിന്റെ ഇതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് വയറുവേദന ഉണ്ടാവാറുണ്ട്. അപ്പൊ അബ്ഡോമിനൽ ഇൻഫെക്ഷൻ എക്സാമ്പിൾ ആയിട്ട് ഉണ്ട് കേട്ടോ. അബ്ഡോമിനൽ ഇൻഫെക്ഷൻ. ദെൻ ഡയേറിയ. ഡയേറിയ ഓക്കെ, വയറിളക്കം ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇതിന്റെ ഇതുകൊണ്ട് എന്ത് ഉണ്ടാവാറുണ്ട്? വയറിളക്കം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാവാറുണ്ട്. ഡയേറിയ. ഓക്കെ, അപ്പോ അബ്ഡോമിനൽ ഇൻഫെക്ഷൻ, ദെൻ ഡയേറിയ. ഈ രണ്ട് അസുഖങ്ങളാണ് പാരസൈറ്റ്സ് മൂലം ഉണ്ടാകുന്ന കോമൺ ആയിട്ടുള്ള ഡിസീസസ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണോ പാരസൈറ്റോളജി? ഓക്കെ, ദെൻ അടുത്തത് ഇമ്മ്യൂണോളജിയാണ്. ഇമ്മ്യൂണോളജി അല്ലെ? ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പ്രതിരോധ ശക്തിയെ ബാധിക്കുന്ന, നമ്മുടെ പ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന അസുഖങ്ങളെ കണ്ടെത്തുന്നു അല്ലെ? നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്ന അസുഖങ്ങളെ കണ്ടെത്തുന്നു. അപ്പൊ അതൊന്ന് എഴുതിക്കോട്ടു കേട്ടോ. ടെസ്റ്റ് യൂസ്ഡ് ടു diagnose congenital CONGENITAL കൺജെനിറ്റൽ. കൺജെനിറ്റൽ എന്ന് പറഞ്ഞാല് ജന്മനായുള്ളത് കേട്ടോ, ജന്മനായുള്ള അസുഖങ്ങൾ. കൺജെനിറ്റൽ നമ്മുടെ പ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന ജന്മനായുള്ള വൈകല്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ? അതിനായിട്ട് ഉദ്ദേശിക്കുന്നത് കൺജെനിറ്റൽ. ഓർ അക്വേർഡ് ഡിസീസ് ഓഫ്. അക്വേർഡ് എന്ന് പറഞ്ഞാല് ആർജിച്ചെടുത്തത് കേട്ടോ. അക്വേർഡ്, ACQUIRED. അക്വേർഡ് ആർജിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് കേട്ടോ. അതായത്
ഇപ്പൊ നമുക്ക് ബാധിക്കുന്ന ലൈഫ് സ്റ്റൈൽ ഡിസീസ് ധാരാളമായിട്ടുണ്ട്. അത് നമ്മുടെ പ്രതിരോധ ശേഷി എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട്. ഓക്കെ, അക്വേർഡ് ഡിസീസസ്. The test used to diagnose congenital or acquired, ACQUIRED, acquired disease of immune system, of immune system. അപ്പോ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ജന്മനാ ഉള്ളതായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് മൂലം നമ്മൾക്ക് ഉണ്ടാകുന്ന അസുഖങ്ങളാണത് കൂടുതലും ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്ന അസുഖങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എന്താ കോമൺ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം, ടൈപ്പ് 1 ഡയബറ്റിക്സ്. ഓക്കെ, അത് നമുക്ക് ജന്മനാ കിട്ടുന്നതാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ പാരന്റ്സിന് ആർക്കെങ്കിലും ഡയബറ്റീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾക്കത് പാരമ്പര്യമായിട്ട് കിട്ടും. ഓക്കെ, ദാറ്റ് ഈസ് കൺജനിറ്റൽ. ഇനി അക്വേർഡ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൂലം ഉണ്ടാകുന്ന ഒരു രോഗം കൂടിയാണത് ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഈ അസുഖം, അതായത് ഈ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബാധിക്കുന്ന ഒന്നാണ്. മാത്രമല്ല അത് നമുക്ക് പാരമ്പര്യമായോ അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈൽ കൊണ്ടോ എന്താണ് ഈ രോഗം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. ഓക്കെ, എഴുതിയോ? എഴുതി? ഓക്കെ. ദെൻ അടുത്തത് സെറോളജി ആണ് കേട്ടോ. സെറോളജി എന്ന് പറഞ്ഞാല് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ഈ സെറോളജി എന്തിനെ കുറിച്ചിട്ടുള്ള പഠനമാണെന്ന് നോക്കാം. ഇത് ആന്റിബോഡീസിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് കേട്ടോ. ആന്റിബോഡീസ് അതായത് നമ്മുടെ ശരീരത്തിൽ സ്വാഭാവികമായിട്ട് അല്ലെ, അതായത് നമ്മുടെ പ്രതിരോധ ശേഷിയുടെ ഭാഗമായിട്ട് നമ്മുടെ ബോഡീസിൽ സ്വാഭാവികമായിട്ട് ആന്റിബോഡീസ് ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. എന്തെങ്കിലും ഒരു രോഗം നമുക്ക് വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബോഡി സ്വയം എന്ത് ചെയ്യുന്നുണ്ട്? ആന്റിബോഡീസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ആന്റിബോഡീസിനെ കുറിച്ച് അറിയാൻ, അതിനെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള പഠനത്തെയാണ് അത് പറയാ സെറോളജി എന്ന് പറയാ കേട്ടോ. ഓക്കെ, ഒന്ന് എഴുതിക്കോളൂ. സെറോളജി, ടെസ്റ്റ് യൂസ്ഡ് ടു ഫൈൻഡ് special antibodies in the blood. Test used to find special antibodies in the blood. Okay. ഇത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട് നമുക്ക് എന്താ പറയാ, നമ്മളെ ഭീതിയിൽ അടുത്തൊരു അസുഖമാണ് COVID-19 എന്ന് പറയുന്നത് അല്ലെ. COVID-19 നമുക്ക് ഇതിന് എക്സാമ്പിൾ ആയിട്ട് പറയാം. കാരണം ഈ അസുഖം വന്നിട്ടുള്ളവരിൽ അല്ലെങ്കിൽ അതിന്റെ എന്താണ് ഇത് വന്നു പോയവരിലും അതായത് ഈ ഒരു ആന്റിബോഡീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെതിരായിട്ടുള്ള ആന്റിബോഡീസ് എന്ത് ചെയ്യുന്നുണ്ട്? ഉത്പാദിപ്പിച്ചിട്ടുണ്ട് അല്ലെ. അതായത് ഒരു ചിലപ്പോ അറിയാൻ സിംറ്റംസ് ഒന്നും അറിയാനായിട്ടുള്ള ഒരു ഇത് നമുക്ക് വന്നിട്ടുണ്ടാവില്ല. കാരണം ആ രോഗം ഉണ്ടായിട്ടുള്ളവരിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെതിരെയുള്ള ആന്റിബോഡീസ് ഉത്പാദിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ നമുക്കതുകൊണ്ട് ഇതിനെ ഒരു COVID-19 ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാനായിട്ട് സാധിക്കും കേട്ടോ. ഓക്കെ, COVID-19 എഴുതാം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ ക്ലിനിക്കൽ മൈക്രോബയോളജി ഇവിടെ കഴിഞ്ഞു കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഈസ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. എന്താണ് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി നോക്കാം. ഓക്കെ, ഇന്നത്തെ ആദ്യം കൊടുത്തിരിക്കുന്നത് ബയോകെമിക്കൽ അനാലിസിസ് ആണ് കേട്ടോ. ബയോകെമിക്കൽ അനാലിസിസ് ആണ്. ഓക്കെ, അത് എഴുതിക്കോളൂ കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. എഴുതിക്കോളൂ. ടെസ്റ്റ് യൂസ്ഡ് ടു സ്റ്റഡി the presence of enzymes, proteins, lipids. Okay, test used to study the presence of enzymes, proteins, lipids in human body. Okay,
അതായത് മനുഷ്യ ശരീരത്തിനുള്ളിലുള്ള എൻസൈംസിനെയും അതുപോലെ പ്രോട്ടീൻസിനെയും ലിപ്പിഡ്സിനെയും ഒക്കെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതാണ് അല്ലെങ്കിൽ ടെസ്റ്റ് ആണ് എന്ത് പറയുന്നത് ബയോ കെമിക്കൽ അനാലിസിസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എൻസൈംസിന്റെ അളവ്, ദെൻ പ്രോട്ടീൻസ്, ലിപ്പിഡ്സ്, ഇതിന്റെയൊക്കെ എന്താണ് അതിനെ ഐഡന്റിഫൈ ചെയ്യാനും അതിനെ മെഷർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ബയോ കെമിക്കൽ അനാലിസിസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം ലിവർ ഫങ്ഷൻ ടെസ്റ്റ്. ഓക്കെ, LFT എന്ന് പറയോ അല്ലെ, ലിവർ ഫങ്ഷൻ ടെസ്റ്റ്. സാധാരണ ടെസ്റ്റുകളിൽ നിന്ന് കുറച്ചും കൂടി റേറ്റ് എമൗണ്ട് കൂടിയ ടെസ്റ്റ് ആണ്. ധാരാളം കാര്യങ്ങൾ, അതായത് നമ്മുടെ ലിവർ എങ്ങനെയാണ് ഫങ്ഷൻ ചെയ്യുന്നതെന്ന് ഈ ഒരു ടെസ്റ്റിലൂടെ അറിയാനായിട്ട് സാധിക്കും. SGOT, SGPT തുടങ്ങിയ ടെസ്റ്റുകൾ, ബിലിറൂബിൻ തുടങ്ങിയ ടെസ്റ്റുകളൊക്കെ ലിവർ ഫങ്ഷൻ ടെസ്റ്റിലാണ് വരിക. ഓക്കെ, ഇത് എഴുതിപ്പോ കേട്ടോ. LFT ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ആണ് എക്സാമ്പിൾ ആയിട്ട് വരിക. ഓക്കെ, ലിവർ ഫങ്ഷൻ ടെസ്റ്റ്. ഓക്കെ, ഒന്നുകൂടി പറയാം. ടെസ്റ്റ് യൂസ്ഡ് ടു സ്റ്റഡി ദ പ്രസൻസ് ഓഫ് എൻസൈംസ്, പ്രോട്ടീൻസ്, ലിപ്പിഡ്സ് ഇൻ ഹ്യൂമൻ ബോഡി. Test used to study the presence of enzymes, proteins, lipids in human body. Okay, liver function test കേട്ടോ. ഓക്കെ, അതിനകത്ത് തന്നെയാണ് എന്ത് വരിക SGOT, SGPT, അതുപോലെ ബിലിറൂബിൻ, അതിന്റെ അളവൊക്കെ നോക്കുന്നത് ഈ ഒരു ടെസ്റ്റിലാണ് കേട്ടോ. ഓക്കെ, കലന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഫാറ്റി ലിവർ പോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കപ്പെടുന്നത് അല്ലെങ്കിൽ എന്താണ് ഇപ്പൊ നമുക്ക് സ്കാൻ ചെയ്താലൊക്കെ മനസ്സിലാവുന്നാലും കൂടുതൽ കാര്യങ്ങൾ ലിവറിനെ എത്രത്തോളം ഫാറ്റി ലിവറിനെ അഫക്ട് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഒരു ടെസ്റ്റിലൂടെയാണ് എന്ത് ചെയ്യുക കണ്ടെത്താനായിട്ട് സാധിക്കുക. ഓക്കെ, then അടുത്തത് കേട്ടോ ഹോർമോണൽ അസൈസ്. ഹോർമോണൽ അസൈസ്. ഹോർമോണൽ അസൈസ്. ഓക്കെ, അതായത് പേരിൽ തന്നെയുണ്ട് ഹോർമോണൽ ആയിട്ടുള്ള ഡിസീസസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പൊ ഒന്ന് എഴുതുക കേട്ടോ. അസൈസ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് വിലയിരുത്തുക. ഓക്കെ, വിലയിരുത്തുക എന്നുള്ളതാണ് കേട്ടോ. യൂസ്ഡ് ടു കൺഫോം the hormonal abnormalities. Used to confirm the hormonal abnormalities. Used to confirm the hormonal abnormalities. അതായത് ഹോർമോണൽ ആയിട്ടുള്ള ഇംബാലൻസസിനെ കുറിച്ച് പഠിക്കുന്നു. ഓക്കെ, ഇപ്പൊ ഹോർമോണൽ ആയിട്ടുള്ള ഇംബാലൻസ് അല്ലെങ്കിൽ അതിനെ ബാധിക്കുന്ന രോഗങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പറയാം അല്ലെ. എന്തൊക്കെയാണെന്ന് കമന്റ് ചെയ്തേ. സ്ത്രീകളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന രോഗങ്ങളൊക്കെ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ് വരിക അല്ലെ. ചിലവര് നമ്മള് അധികം ഭയങ്കരമായിട്ട് തടിച്ചിരിക്കുന്നവരൊക്കെ കാണാം അല്ലെ. അപ്പൊ നമ്മൾ വിചാരിക്കും ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ് അവര് തടിച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ആയിരിക്കില്ല. ഹോർമോണൽ ഇംബാലൻസ് കൊണ്ടാണ് അവരുടെ ശരീരം എന്ത് ചെയ്യുന്നത് മിതമായിട്ട് വെയിറ്റ് ഉണ്ടാവുന്നത് അല്ലെ അവർക്ക്. അപ്പൊ ഹോർമോണിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസിനെ എഫക്ട് ചെയ്യുന്ന ചില രോഗങ്ങളുണ്ട്. അതിലൊന്നാണ് തൈറോയ്ഡ് പോലുള്ള പ്രശ്നങ്ങൾ. തൈറോയിഡ്, ദെൻ ഒബിസിറ്റി, പൊണ്ണത്തടി, അതുപോലെ തന്നെ PCOD, PCOS, സ്ത്രീകളിൽ ഉണ്ടാകുന്ന ഓവറി ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രോഗമാണിത് PCOD, PCOS എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതൊക്കെ എന്താണ് ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഉണ്ടാകുന്ന ഡിസീസസ് ആണ്. ഓക്കെ, തൈറോയിഡ്, PCOD, PCOS, then obesity. Okay. Okay, clear ആയോ? ഓ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ടേബിളിൽ പഠിക്കാനുണ്ടായിരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ അതൊന്ന് വായിച്ച് മനസ്സിലാക്കുക. then അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് ഹൈറാർക്കി ആണ് കേട്ടോ. ഹൈറാർക്കി എന്ന് പറയുമ്പോൾ എന്താണ് അധികാര ശ്രേണി. ഓക്കെ, അതായത് ഒരു ലബോറട്ടറിയിലെ ഹൈറാർക്കി എങ്ങനെയാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓരോ പൊസിഷൻ കൊടുത്തിട്ടുണ്ട്, എഡ്യൂക്കേഷണൽ ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്, ദെൻ റെസ്പോൺസിബിലിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ലബോറട്ടറി ഡയറക്ടർ ആണ് കേട്ടോ. മുകളിൽ നിന്ന് താഴെയാണ് കേട്ടോ.
അതായത് മുകളിൽ ഏറ്റവും ടോപ്പിൽ നിന്ന് ബോട്ടം വരെയുള്ള ആ ഒരു ഇതിലാണ് ഇവിടെ ശ്രേണിയെ എന്ത് ചെയ്തിരിക്കുന്നത്, സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കുക കേട്ടോ. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളാണ് ആര്? ലബോറട്ടറി ഡയറക്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നോക്കാം അയാളുടെ എഡ്യൂക്കേഷൻ ട്രെയിനിങ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡോക്ടറൽ ഡിഗ്രി, MD, PhD, sometimes a medical laboratory scientist board certification recommended. അതായത് ഒരു ഡോക്ടറൽ ഡിഗ്രി ഉള്ള ആളായിരിക്കണം. ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് ബ്രാക്കറ്റില് MD, PhD. MD എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, MD എന്ന് പറയുന്നതിന്റെ ലാറ്റിൻ വേർഡ് അല്ലെങ്കിൽ ലാറ്റിൻ മീനിങ് എന്ന് പറയുന്നത് മെഡിസിന ഡോക്ടർ എന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് MD എന്നത് അതിന്റെ ഷോർട്ട് ഫോം ആയത്, മെഡിസിന ഡോക്ടർ. അതായത് ഒരു MBBS കഴിഞ്ഞിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നതിനെയാണ് എന്ത് പറയാ? MD എന്ന് പറയാ അല്ലെ. പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ആണ് അല്ലെ, അതിനെയാണ് എന്ത് പറയാ? ഡോക്ടർ ഓഫ് മെഡിസിൻ. അതാണ് എന്ത് MD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ PhD. ഓക്കെ, PhD ഉള്ള ആളായിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് ഈ ഒരു ഫീൽഡുമായി ബന്ധപ്പെട്ട് ഇന്റൻസീവ് ആയിട്ടുള്ള നോളജില് തിയറീസ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് PhD ലഭിച്ചിട്ടുള്ള ആളുകളായിരിക്കണം. ഓക്കെ, അങ്ങനെയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോ MD, PhD ഈ രണ്ടിതിലും എന്ത് വരാം? ലബോറട്ടറി ഡയറക്ടറുടെ ക്വാളിഫിക്കേഷൻ വരാം. ഇനി ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട് സംടൈംസ് എ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ബോർഡ് സർട്ടിഫിക്കേഷൻ റെക്കമെൻഡഡ്. പലപ്പോഴും ഒരു മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ബോർഡ് സർട്ടിഫൈ ചെയ്യുന്ന ഒരു ഡോക്ടർ ആയിരിക്കണം. ഓക്കെ, അതായത് മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് ബോർഡ് എന്ന് പ്രത്യേകം ഒരു ബോർഡ് ഉണ്ട്. അവരുടെ സർട്ടിഫിക്കേഷൻ ഉള്ള ഒരു വ്യക്തി കൂടി ആയിരിക്കണം ആരായിരിക്കേണ്ടത്? ലബോറട്ടറി ഡയറക്ടർ ആയിരിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണോ? മനസ്സിലായോ? ഓക്കെ, അപ്പോ ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതിനകത്ത് റെസ്പോൺസിബിലിറ്റീസ് ആണ് നമുക്ക് കൂടുതലും എക്സാമിനെ വരിക കേട്ടോ. എഡ്യൂക്കേഷൻ ട്രെയിനിങ് അത്ര ഇമ്പോർട്ടന്റ് അല്ല, കൂടുതലും റെസ്പോൺസിബിലിറ്റീസ് ആണ് വരിക ലാബുമായി ബന്ധപ്പെട്ട്. ഓക്കെ, ഇനി അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് നോക്കാം. കൺട്രോൾസ് ആൻഡ് മാനേജസ് ഓൾ ലാബ് ഓപ്പറേഷൻസ് ആൻഡ് എൻഷുർസ് ക്വാളിറ്റി പേഷ്യന്റ് കെയർ, എക്സ്പ്ലെയിൻസ് ടെസ്റ്റ് റിസൾട്ട് വിത്ത് കൺസൾട്ടിംഗ് പാത്തോളജിസ്റ്റ്. ഓക്കെ, അതായത് ഒരു ലാബിലെ എല്ലാ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും ആരാണ്? അത് ലബോറട്ടറി ഡയറക്ടർ ആണ്. പേഷ്യൻസിന് ഉയർന്ന നിലവാരത്തിലുള്ള ക്വാളിറ്റി ഓഫ് കെയർ അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ കൊടുക്കുന്നതിനും എന്താ പറയാ ഒരു മേൽനോട്ടം വഹിക്കുന്നത്, അത് കൈകാര്യം ചെയ്യുന്നത് ലബോറട്ടറി ഡയറക്ടർ ആണ്. ദെൻ എക്സ്പ്ലെയിൻ ടെസ്റ്റ് റിസൾട്ട് വിത്ത് കൺസൾട്ടിംഗ് പാത്തോളജിസ്റ്റ്. ഓക്കെ, അതായത് കൺസൾട്ടിംഗ് പാത്തോളജിസ്റ്റുമായിട്ട് ടെസ്റ്റ് റിസൾട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോ ഒരു ഡോക്ടറെ കാണാനായിട്ട് പോയി, എനിക്ക് ഒരു ടെസ്റ്റിന് ഡോക്ടർ സജസ്റ്റ് ചെയ്തു. ഞാൻ ആ ടെസ്റ്റ് ചെയ്തു. അപ്പൊ എന്തെങ്കിലും അതിനകത്ത് അബ്നോർമാലിറ്റീസ് കൂടുതലായിട്ട് എന്തെങ്കിലും കാണപ്പെടുവാണെങ്കിൽ എന്ത് ചെയ്യും? ഈ ഒരു ലബോറട്ടറി ഡയറക്ടർ എന്റെ ഡോക്ടറുമായിട്ട് എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും എന്റെ റിസൾട്ടിനെ കുറിച്ച്. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. കൺസൾട്ടിംഗ് പാത്തോളജിസ്റ്റുമായിട്ട് ടെസ്റ്റ് റിസൾട്ടുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതാണ് ലബോറട്ടറി ഡയറക്ടറുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. എല്ലാവിധ കാര്യങ്ങൾ അവിടുത്തെ ലാബിലെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നു, മാത്രമല്ല പാത്തോളജിസ്റ്റുമായിട്ട് റിസൾട്ടുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. ദെൻ രണ്ടാമത്തെ ആളാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ. ഓക്കെ, doctoral degree, example MD or PhD, may be master's or bachelor's degree experience with the board certification. Okay, അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡോക്ടറൽ ഡിഗ്രി അല്ലെങ്കിൽ MD അല്ലെങ്കിൽ PhD എന്ന് പറയുന്നുണ്ട്. ഇനി ഏതെങ്കിലും ഇതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട്, ലാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിൽ എന്ത് ചെയ്യാം? ഇദ്ദേഹത്തിന് ഡിഗ്രി എടുക്കാം. മാത്രമല്ല ബോർഡ് സർട്ടിഫിക്കേഷനോട് കൂടി എക്സ്പീരിയൻസ് ഉള്ള ആളായിരിക്കണം ആര്? ടെക്നിക്കൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത്. ലാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ടെക്നിക്കൽ ഏരിയ കൈകാര്യം ചെയ്യുന്നത്, ടെക്നിക്കൽ ആയിട്ടുള്ള ഇഷ്യൂസ് അല്ലെങ്കിൽ ടെക്നിക്കൽ ആ ഒരു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ടെക്നിക്കൽ സൂപ്പർവൈസർ ആയിരിക്കും. ഓക്കെ, ഏതെങ്കിലും ലാബുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്താ പറയാ എക്സ്പീരിയൻസോടുകൂടി ബോർഡ് സർട്ടിഫിക്കേഷനോടുകൂടി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടെക്നിക്കൽ സൈഡിൽ നിന്ന് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളായിരിക്കണം ടെക്നിക്കൽ സൂപ്പർവൈസർ. ഓക്കെ, ദെൻ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് പ്രൊവൈഡ് സൂപ്പർവിഷൻ ഓഫ് ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ഫങ്ഷൻസ് ഓഫ് ദ ലാബ്.
എടുത്ത് പ്രത്യേകം ഇവിടെ പറയുന്നുണ്ട്. ഒരു ലാബിലെ സയന്റിഫിക് അല്ലെങ്കിൽ എന്താ പറയാ ടെക്നിക്കൽ ആയിട്ടുള്ള സൈഡിൽ അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ കൂടുതലും മേൽനോട്ടം കൊടുക്കുക എന്നുള്ളതാണ് ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഇവിടെ പറയാനായിട്ട് ഉള്ളത്. ഓക്കെ. Then next, general supervisor may be the same person as the lab director or technical supervisor depending on lab and experience. MLS, MT or MLT may qualify. MLS, MT or MLT may qualify. Okay. അതായത് ഈ ജനറൽ സൂപ്പർവൈസർ എന്ന് പറയുന്ന ആള് എന്താവാം, ഒന്നില്ലെങ്കിൽ എന്താ പറയാ ലബോറട്ടറി ഡയറക്ടറോ അല്ലെങ്കിൽ ടെക്നിക്കൽ സൂപ്പർവൈസറോ ആകാം. മാത്രമല്ല അത് ലാബ് എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിലാണ് ജനറൽ സൂപ്പർവൈസറുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുന്നത്. ഓക്കെ. ഈ ജനറൽ സൂപ്പർവൈസർ ഒന്നില്ലെങ്കിൽ എന്താണ് ഇവിടെ പറയുന്നത്, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റും കൂടി പറയുന്നുണ്ട് കേട്ടോ. മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്, മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അല്ലെങ്കിൽ MT മെഡിക്കൽ ടെക്നോളജി, ഇത് പാസ്സായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. ഓക്കെ. മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് അഥവാ മെഡിക്കൽ ലബോറട്ടറി സയൻസ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി അഥവാ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ്. ഓക്കെ. അപ്പൊ ഈ ഒരു കോഴ്സ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളായിരിക്കണം ആരായിരിക്കേണ്ടത്, ജനറൽ സൂപ്പർവൈസർ ആയിട്ട് ജോലി ചെയ്യേണ്ടത്. ഓക്കെ. ദെൻ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് പ്രൊവൈഡ് സൂപ്പർവിഷൻ ഓഫ് ഡേ ടു ഡേ ഫംഗ്ഷൻ ഓഫ് ദ ലാബ്. ഒരു ലാബിലെ ദൈനംദിന പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്, ജനറൽ സൂപ്പർവൈസർ ആണ്. ഓക്കെ. ക്ലിയർ ആണോ? ജനറൽ സൂപ്പർവൈസർ വരെ ക്ലിയർ ആണോ? ഓക്കെ. The next one, medical laboratory technician, MLT. ഇവിടെ പറയുന്നത് കേട്ടോ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ അഥവാ MLT. Associated degree and completion of accredited MLT or certificate program. Licensor certification may be required by employees. Okay. അതായത് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാല് അംഗീകൃതമായ MLT ഡിഗ്രി അല്ലെ, MLT അതായത് ലൈസൻസോട് കൂടിയ MLT സർട്ടിഫിക്കേഷനോട് കൂടിയ ആ ഒരു കോഴ്സ് പാസ്സായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കണം. MLT കോഴ്സ് പാസ്സായിട്ടുള്ള ഒരു വ്യക്തിയാണ് ആരാവുന്നത്, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആകുന്നത്. ഓക്കെ. ആ വ്യക്തിക്ക് മാത്രമാണ് ലൈസൻസോട് കൂടി ആ ലാബിൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ. ഇനി അവര് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റീസ്, പെർഫോംസ് കസ്റ്റമറി ടെസ്റ്റ് ആൻഡ് ക്വാളിഫൈ കൺട്രോൾ ഓൺ ടെസ്റ്റ് അണ്ടർ സൂപ്പർവിഷൻ MLS MT. കസ്റ്റമറി ടെസ്റ്റ് എന്ന് പറഞ്ഞാല്, കസ്റ്റമറി എന്ന് പറയുന്നത് പതിവാണ് കേട്ടോ. അതായത് പതിവ് പരിശോധനകൾ, ഒരു ലാബിലെ പതിവ് പരിശോധനകള് MLS-ന്റെയും MT-യുടെയും സൂപ്പർവിഷനിൽ നടത്തുന്നത് മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ആണ്. ഓക്കെ. അതായത് അവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത് പതിവ് പരിശോധനകൾക്ക് സൂപ്പർവിഷൻ, അതായത് മറ്റൊരാളുകളുടെ സൂപ്പർവിഷനിൽ പതിവ് പരിശോധനകളൊക്കെ നടത്തുന്നത് MLT കോഴ്സ് പാസ്സായിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ. നമ്മുടെ ലാബില് ചെക്ക് ചെയ്യുന്നതും അനാലിസിസ് ഒക്കെ ചെയ്യുന്നതും ഏത് വ്യക്തികൾ തന്നെയാണ്, ഈ ഒരു MLT കോഴ്സ് പാസ്സായിട്ടുള്ള മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. ഓക്കെ. Then അടുത്തത് ഫ്ലബോട്ടമിസ്റ്റ്. ഫ്ലബോട്ടമിസ്റ്റ് എന്ന് പറഞ്ഞാൽ PBT എന്ന് പറയുന്നുണ്ട് അല്ലെ, ഹൈസ്കൂൾ ഡിഗ്രി ആൻഡ് ട്രെയിനിങ് ഓർ വർക്ക് എക്സ്പീരിയൻസ്. ഓക്കെ. ഹൈസ്കൂൾ ഡിഗ്രി എന്ന് പറയുന്നത് +2 വിദ്യാഭ്യാസമാണ് കേട്ടോ. +2 വിദ്യാഭ്യാസം കഴിഞ്ഞതും ലാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു കോഴ്സിൽ ഡിപ്ലോമ കഴിഞ്ഞതുമായിട്ടുള്ള വ്യക്തികളാണ് ആരാകുന്നത്, ഫ്ലബോട്ടമിസ്റ്റ് ആകുന്നത്. ഓക്കെ. അവരെന്താ ചെയ്യുന്നത്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, gathers blood samples from patient for lab test അല്ലെ, അതായത് പേഷ്യന്റിൽ നിന്ന് ലാബ് അതായത് സാമ്പിളുകൾ കളക്ട് ചെയ്യുന്നത് ഫ്ലബോട്ടമിസ്റ്റ് ആണ് അല്ലെ. നമ്മൾക്കിപ്പോ ഒരു ലബോറട്ടറിയിൽ നമ്മൾ പോയി കഴിഞ്ഞാല് നമ്മുടെ ബ്ലഡ് എടുക്കുന്നത് ആരാണ്, അവരെയാണ് എന്ത് പറയാ,
ഫ്ലബോട്ടമിസ്റ്റ് എന്ന് പറയാം. അവരുടെ ക്വാളിഫിക്കേഷൻ വരുന്നത് +2 വിദ്യാഭ്യാസം നിർബന്ധമായിട്ടുണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. എന്നിരുന്നാൽ കൂടി ചില കേസിലൊക്കെ എന്താണ് നമുക്ക് 10th കൂടുതലും വരുന്നില്ല, +2 തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ലാബുമായി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡിപ്ലോമ കോഴ്സും കൂടി എന്ത് ചെയ്തിരിക്കണം, ഈ വ്യക്തി ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഹയറാർക്കിയിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. റെസ്പോൺസിബിലിറ്റീസ് ആണ് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ക്ലിയർ. MLS എന്ന് പറഞ്ഞാല് മെഡിക്കൽ ലബോറട്ടറി സയൻസ് അല്ലെങ്കിൽ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ് എന്നും കൂടി പറയുന്നുണ്ട് MLS. MT എന്ന് പറഞ്ഞാല് മെഡിക്കൽ എന്താ പറയാ ടെക്നീഷ്യൻ അല്ലെങ്കിൽ മെഡിക്കൽ ടെക്നോളജി എന്നും കൂടി പറയുന്നുണ്ട്. 2 തരത്തിൽ എന്ത് ചെയ്യാം ഇതിനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, ഓക്കെ, അടുത്തത് ഇൻഫ്രാസ്ട്രക്ചർ പറഞ്ഞോട്ടെ. ഞാൻ ഇൻഫ്രാസ്ട്രക്ചർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഡൗട്ട് ഒന്നുമില്ലല്ലോ ഇത്രയും കാര്യങ്ങളില്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഓക്കെ, ഞാൻ അടുത്തത് ഇൻഫ്രാസ്ട്രക്ചർ ആണ് കേട്ടോ. ഞാനത് വായിക്കാൻ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. Infrastructure of the laboratory changes with the needs of the clinical research service provided by the laboratory, but the basic needs should meet the regulatory and international standards. Infrastructure of a laboratory directly affects the quality of research data, efficiency and safety of laboratory workers. The management of the laboratory is responsible for providing sufficient resource to staff to guarantee efficient working of a laboratory. ഒരു ലാബിലെ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്, അടിസ്ഥാനമായിട്ടുള്ള സൗകര്യങ്ങൾ അല്ലെ, അടിസ്ഥാന സൗകര്യങ്ങളെയാണ് നമ്മൾ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ലാബിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ആ ലാബ് സേവനങ്ങൾ നൽകുന്നത്. ഓക്കെ, ഒരു ലാബിൽ ഇപ്പോ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണെങ്കിൽ ആ ലാബിന് കുറവ് സേവനങ്ങളാണ് പേഷ്യൻസിന് കൊടുക്കാനായിട്ട് സാധിക്കുക. മറിച്ച് ഒരു ലാബില് നല്ല രീതിയിൽ എന്താ പറയാ വേണ്ട രീതിയിൽ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ അവിടെ നല്ല രീതിയിലുള്ള സർവീസ് ആ ലാബിന് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ അടിസ്ഥാന സൗകര്യങ്ങളെ ആശ്രയിച്ചിട്ടാണ് ഒരു ലാബ് നൽകുന്ന സേവനങ്ങള് നിർണയിക്കപ്പെടുന്നത്. ഓക്കെ, അതനുസരിച്ചിട്ടാണ് അവരെന്ത് കൊടുക്കുക, സർവീസ് പേഷ്യൻസിന് കൊടുക്കുക. ഓക്കെ, ഇനി അടിസ്ഥാന സൗകര്യങ്ങൾ, അതായത് എല്ലാ ലാബുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് എന്തിൽ പറയുന്നുണ്ട്, ഇന്റർനാഷണൽ പറയുന്നുണ്ട്, റെഗുലേറ്ററി ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഓക്കെ, അതായത് ഒരു ലാബിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അനുസരിച്ചിട്ടായിരിക്കും അതായത് നമുക്ക് ആ ലാബിന് ലൈസൻസ് കൊടുക്കാനായിട്ട് സാധിക്കാം. ഓക്കെ, ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്, ലൈസൻസ് ലാബുകൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, റെഗുലേറ്ററി ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് ലാബ് ക്വാളിറ്റിയും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതായത് ഇതിന് പ്രത്യേകമായിട്ട് എന്തുണ്ട്, ഒരു അതോറിറ്റി ഉണ്ട് അല്ലെ, ആ അതോറിറ്റിയാണ് എന്ത് ചെയ്യുക, ഈ ഒരു സ്റ്റാൻഡേർഡ് തീരുമാനിക്കുക. അതനുസരിച്ചിട്ടാണ് നമ്മുടെ നാട്ടിലെ എല്ലാ ലാബുകളും എന്ത് ചെയ്യുന്നത്, സർവീസ് കൊടുക്കുന്നത്. അവർ പ്രധാനമായിട്ടും പറയുന്നത് ഒരു ലാബിൽ നിർബന്ധമായും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം. അങ്ങനെ പ്രവർത്തിക്കുന്ന ലാബുകൾക്ക് മാത്രമാണ് എന്ത് കൊടുക്കുക, ഹയർ അതോറിറ്റി ലൈസൻസ് ഇഷ്യൂ ചെയ്യാം. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ട് ഇവിടെ ജനറൽ ആയിട്ട് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ എല്ലാ ലാബുകളിലും നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഒരു ലബോറട്ടറിയുടെ ഒരു മാനേജ്മെന്റ് ഉണ്ടാവുമല്ലോ, അത് നടത്തുന്ന ആളുകൾ ഉണ്ടാകും. അവരുടെ റെസ്പോൺസിബിലിറ്റീസ് പറയുന്നുണ്ട് അല്ലെ, അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ത്, അതായത് റിസോഴ്സ് ടു സ്റ്റാഫ്. ഓക്കെ, റിസോഴ്സ് ടു സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ, അതായത് ആളുകൾക്ക്, അതായത് നല്ല രീതിയിലുള്ള വിഭവങ്ങള് ലാബിൽ കൊടുക്കുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള ഒരു അന്തരീക്ഷം പ്രൊവൈഡ് ചെയ്യുക. ദെൻ
അവിടെ കിട്ടുന്ന, അതായത് അവിടെ നോക്കുന്ന ചെക്ക് ചെയ്യുന്ന റിസൾട്ടുകള് എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് പേഷ്യന്റിന് കൊടുക്കുക എന്നുള്ളത് ആ ലാബിന്റെ എന്താണ്, അവിടുത്തെ നടത്തിപ്പുകാരുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ 3 കാര്യങ്ങളുണ്ടല്ലോ പ്രധാനമായിട്ടും. ഒന്നെന്ന് പറയുന്നത് അവിടെ ചെക്ക് ചെയ്യുന്ന റിസൾട്ടുകളെ ആക്യുറേറ്റ് ആയിട്ട് പേഷ്യന്റിലേക്ക് എത്തിക്കുക. രണ്ടാമത്തെന്ന് പറയുന്നത് അവിടെയുള്ള സ്റ്റാഫുകൾക്ക് വേണ്ട രീതിയിലുള്ള റിസോഴ്സുകൾ, വിഭവങ്ങൾ, അതായത് ടെസ്റ്റുകൾ റിസൾട്ട് ചെയ്യാനും അവർക്കുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക. മൂന്നാമത്തേതെന്ന് പറയുന്നത് എല്ലാ രീതിയിലുമുള്ള, അതായത് അവിടെ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും എന്ത് ചെയ്യുക, ഇതിനു വേണ്ടി ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു മാനേജ്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ഒന്നും കൂടി ചുരുക്കി പറയാം. ഒരു ലാബില് വേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ലാബിലെ അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത്. അടിസ്ഥാന സൗകര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ഓരോ ലാബും സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല അടിസ്ഥാന സൗകര്യങ്ങളോട് കൂടി പ്രവർത്തിക്കുന്ന ലാബുകൾക്ക് മാത്രമേ ഇന്റർനാഷണൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ലൈസൻസ് ആ ഒരു ഹയർ അതോറിറ്റി പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. മാത്രമല്ല ഒരു ലാബിന്റെ നടത്തിപ്പുകാരുടെ റെസ്പോൺസിബിലിറ്റിയാണ് പേഷ്യൻസിന് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടുകൾ പ്രൊവൈഡ് ചെയ്യുക. ദെൻ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ ആ വർക്ക് ചെയ്യാനുള്ള ഒരു എഫിഷ്യൻസി, അവരുടെ ഒരു കഴിവ്, അതുപോലെ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുക എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഇൻഫ്രാസ്ട്രക്ചർ ക്ലിയർ ആണോ? ക്ലിയർ? ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. ഗുഡ് ലബോറട്ടറി ഡിസൈൻ ഷുഡ് എക്സാമിൻ ദ ഫോളോവിങ്. ഇനി താഴെ പറയുന്ന കാര്യങ്ങളാണ് ഒരു നല്ല ലബോറട്ടറിക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. ഒരു നല്ല ലബോറട്ടറി എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് കുറച്ച് പോയിന്റ്സിലായിട്ട് അവിടെ പറയുന്നത്. അത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സൈനേജ് വിത്തിൻ ഓർ ഔട്ട്സൈഡ് ദ ഫെസിലിറ്റി ഷുഡ് ബി മെയ്ഡ് അവൈലബിൾ ദാറ്റ് കൺസിസ്റ്റ് ഓഫ് ദ ഫോളോവിങ് ഇൻഫോർമേഷൻ: നെയിം, രജിസ്ട്രേഷൻ നമ്പർ, സർവീസ് ഓഫേർഡ്, വർക്കിംഗ് അവേഴ്സ്, കോണ്ടാക്ട് നമ്പർ, ഫീസ് ഫോർ ഡിഫറെന്റ് ടെസ്റ്റ് ആൻഡ് സർവീസ്. ഓക്കെ, അതായത് സൈനേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് സൈനേജ് ബോർഡുകൾ അല്ലെ, ഒന്നില്ലെങ്കിൽ എന്താണ്, അത് ചിത്രങ്ങളാവാം, അല്ലെങ്കിൽ പ്രതീകങ്ങൾ, സിംബൽസ് ആവാം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതായത് ലാബിനെ കുറിച്ചിട്ട്, അതായത് മറ്റുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ലാബിന് അകത്തും പുറത്തും സൈനേജ് ബോർഡുകൾ സ്ഥാപിക്കണം. ഓക്കെ, അതിനകത്ത് എന്തൊക്കെ പെടുന്നുണ്ട്? സൈനേജ് ബോർഡുകളിൽ എന്തൊക്കെയാണുള്ളത്? ലാബിന്റെ പേര് വരാം അല്ലെ, ലാബിന്റെ നെയിം, പിന്നെ ലാബിനൊരു രജിസ്ട്രേഷൻ നമ്പർ ഉണ്ട് അല്ലെ, ഒരു അതോറിറ്റി അവർക്ക് എന്ത് കൊടുക്കുന്നുണ്ട്, ലൈസൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതിനകത്ത് യൂണിക് ആയിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിട്ടുണ്ടാകും. ദെൻ സർവീസ് ഓഫേർഡ്, എന്തൊക്കെ സേവനങ്ങളാണ് ആ ലാബ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഓക്കെ, എന്തൊക്കെ ടെസ്റ്റുകളാണ് ആ ലാബിൽ നടത്തുന്നത്, അതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു വിവരണം അല്ലെ ബോർഡുകളിലൊക്കെ അവിടെ വെച്ചിട്ടുണ്ടാവും അല്ലെ. നമ്മൾ ലബോറട്ടറിയിൽ ചെന്നാൽ കാണാവുന്നതാണ്, പല പല ബോർഡുകളിൽ അവിടെ വെച്ചിട്ടുണ്ടാകും. അപ്പോ എന്തൊക്കെ സേവനങ്ങളാണ് ആ ലാബ് നൽകുന്നത്, പിന്നെ എത്ര മണി തുടങ്ങി എത്ര മണി വരെയാണ് ആ ലാബിന്റെ വർക്കിംഗ് അവർ. ഓക്കെ, ഇപ്പൊ രാവിലെ 7 മണിക്ക് തുടങ്ങി വൈകിട്ട് 7 മണി വരെ ആയിരിക്കും ചില ലാബുകൾ പ്രവർത്തിക്കുക. അപ്പൊ ഒരു കറക്റ്റ് ആയിട്ട് അവിടെ എഴുതിയിട്ടുണ്ടാവും ഇത്ര മണി തുടങ്ങി ഇത്ര മണി വരെയാണ് അല്ലെ. ദെൻ അതുപോലെ തന്നെ കോണ്ടാക്ട് നമ്പർ അല്ലെ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു ടെസ്റ്റ് റിസൾട്ട് അത്യാവശ്യമായിട്ട് വേണം, നമുക്ക് ചെന്ന് മേടിക്കാനുള്ള ഒരു സൗകര്യം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, അവരെ വിളിച്ചിട്ട് നമുക്ക് നമ്മുടെ ടെസ്റ്റ് റിസൾട്ട് നമുക്ക് ചോദിക്കാം അല്ലെ. ഇപ്പോഴൊക്കെ ആണെങ്കിൽ എന്താണ്, ഇമെയിൽ സൗകര്യമുണ്ട്, ദെൻ വാട്സ്ആപ്പ് സൗകര്യമുണ്ട് അല്ലെ, നമ്മുടെ ഫോണിലേക്ക് എന്ത് ചെയ്യും, ടെസ്റ്റുകൾ അവരെ അയച്ചു തരും. അപ്പൊ ആ കോണ്ടാക്ട് നമ്പർ എന്ത് ചെയ്യാം, നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ദെൻ എത്രയൊക്കെ ഫീസ് ആണ് ഓരോ സർവീസിനും അല്ലെങ്കിൽ ഓരോ ടെസ്റ്റുകൾക്കും വരുന്നതെന്ന് കറക്റ്റ് ആയിട്ട് ബോർഡില് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇപ്പോ ഷുഗർ ടെസ്റ്റിന് എത്ര, അല്ലെങ്കിൽ കൊളസ്ട്രോളിന് എത്ര, അങ്ങനെയുള്ള കാര്യങ്ങൾ, യൂറിൻ ടെസ്റ്റിന് എത്ര, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് ബോർഡിൽ എഴുതിയിട്ടുണ്ടാകണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? ഇല്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ? ലാബിൽ ചെല്ലുമ്പോൾ, ലബോറട്ടറിയിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ? എന്തൊക്കെയാ കണ്ടിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു ഇത് ഉണ്ടാവിരിക്കില്ല ചിലപ്പോ, അതായത് ടെസ്റ്റുകളുടെ എമൗണ്ട് എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ, അങ്ങനെയുള്ള ലാബ് കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ടെസ്റ്റുകളുടെ എമൗണ്ട് എഴുതിയിരിക്കുന്ന? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടല്ലേ? ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അതാണ് ഞാൻ പറയുന്നത്. ലാബിന്റെ പേര് എന്തായാലും ഉണ്ടാവും. ഏതാണ് ലാബ്?
ദെൻ അവരുടെ കോൺടാക്ട് നമ്പർ, അവരുടെ വർക്കിംഗ് അവേഴ്സ്, പിന്നെ അവരുടെ രജിസ്ട്രേഷൻ നമ്പർ. അത് ചിലപ്പോൾ ലാബിനകത്തായിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ, പുറത്ത് ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമില്ല, അകത്തായിരിക്കും രജിസ്ട്രേഷൻ നമ്പർ. നമ്മൾ സാമ്പിൾ ഒക്കെ കളക്ട് ചെയ്യുന്ന ഒരു ഏരിയയില് അല്ലെങ്കിൽ റിസർച്ച് ഏരിയയിലൊക്കെ അവരുടെ ഒരു എന്താ പറയാ ലൈസൻസോട് കൂടി ആ ഒരു രജിസ്ട്രേഷൻ നമ്പർ, ആ ഒരു സർട്ടിഫിക്കറ്റ് അവരവിടെ പതിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അതിനകത്ത് രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, ആളുകൾക്ക് കാണുന്ന രീതിയിൽ എന്ത് ചെയ്യാം, അവിടെ എവിടെയും സ്ഥാപിക്കുക. അത് ലാബിന് പുറത്തും ലാബിന് അകത്തും എന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള സൈനേജ് ബോർഡുകൾ ഉണ്ടായിരിക്കണം. ഓക്കെ, രണ്ടാമത്തത് essential health and safety regulations use safety signage as applicable. Okay, അതായത് സേഫ്റ്റി മെഷേഴ്സ്, അതായത് സുരക്ഷയുമായി ബന്ധപ്പെട്ട ആളുകളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അതായത് ചില വാർണിംഗ് സൈൻസ് ഒക്കെ ഉണ്ടാവില്ലേ, വാർണിംഗ് സൈൻസ്, വാർണിംഗ് ബോർഡൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലാബിൽ സെറ്റ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. നമുക്കൊരു ലബോറട്ടറിയിൽ ചെന്നാല് എല്ലാ ഏരിയയിലേക്കും നമുക്ക് പ്രവേശനം ഉണ്ടാവില്ല അല്ലെ, അതായത് ഒരു പർട്ടിക്കുലർ ഏരിയയിൽ മാത്രമായിരിക്കും നമ്മൾ ഇരിക്കുക അല്ലെ, ബാക്കിയുള്ള എന്താണ് നമുക്ക് അലൗഡ് അല്ല, നമുക്ക് അവിടെ പ്രവേശനമില്ല. അപ്പോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർണിംഗ് സൈൻസ്, ചിലർ നമ്മൾക്കിപ്പോ ഒരു ലാബിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇൻഡ്യൂ ക്രോസ് ഒക്കെ ചെയ്തിട്ട് ചിഹ്നം വെച്ചിട്ടുണ്ടാവും, അതായത് അപകടത്തെ സൂചിപ്പിക്കുന്നതാണ് അല്ലെ. അതുപോലെ തന്നെ എന്താ പറയാ റെസ്ട്രിക്റ്റഡ് ഏരിയ എന്ന് കറക്റ്റ് ആയിട്ട് പതിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും, അതിലൊക്കെ പ്രവേശനമില്ലാന്ന്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ സേഫ്റ്റിയുമായി ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർണിംഗ് സൈൻസ് ഒക്കെ എന്ത് ചെയ്യാം, അവിടെ സ്ഥാപിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തേത് പറയുന്നത് കേട്ടോ. ദെൻ മൂന്നാമത്തേത് എമർജൻസി പ്ലാൻസ്. എമർജൻസി പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ലാബില് നിർബന്ധമായിട്ടും എമർജൻസി പ്ലാൻസുകൾ ഉണ്ടായിരിക്കണം. അതിനകത്ത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഫയർ, കെമിക്കൽ സ്പില്ലേജ്, ലാബ് ആക്സിഡന്റ്സ് എക്സെട്ര ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻസ്. ഓക്കെ, അതായത് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല എന്തെങ്കിലും ഒരു അത്യാഹിതം അല്ലെ, ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രിക്വേഷൻസ് നമ്മൾ എടുത്തിരിക്കണം. ഫോർ എക്സാമ്പിൾ ഇപ്പോ ഫയർ, ഇപ്പോ പെട്ടെന്ന് തീപിടുത്തം ഉണ്ടായാലോ, അല്ലെങ്കിൽ കെമിക്കൽ സ്പില്ലേജ്, രാസച്ചോർച്ച, ഓക്കെ, ധാരാളം കെമിക്കൽസ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു ലാബിൽ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും അപകടങ്ങള്, പിന്നെ ലാബ് ആക്സിഡന്റ് അല്ലെ, എന്തെങ്കിലും ആക്സിഡൻസ്, എന്തെങ്കിലും ഒരു കാര്യത്തിന്, എന്തെങ്കിലും ഒരു അത്യാഹിത ലാബുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇപ്പൊ ഗ്ലാസ് ഒക്കെ പൊട്ടി വീഴേ, അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ചില ലാബുകളിലൊക്കെ സംഭവിക്കാറുണ്ട്. അതുപോലെ തന്നെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, എന്തെങ്കിലും ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അതിന് ശേഷം സ്വീകരിക്കേണ്ട ലാബുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ഡിസാസ്റ്റർ ഉണ്ടാവുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ് നേരത്തെ മുൻകൂട്ടി എമർജൻസി പ്ലാൻസ് എന്ത് ചെയ്യണം, സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോ ഫയറുമായി ബന്ധപ്പെട്ട്, കെമിക്കൽ സ്പില്ലേജുമായി ബന്ധപ്പെട്ട്, ലാബ് ആക്സിഡന്റുമായി ബന്ധപ്പെട്ട്, ദെൻ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ എന്താണ് നേരത്തെ തന്നെ എമർജൻസി പ്ലാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ടാവണം ഒരു നല്ല ലാബ്. ഓക്കെ, നാലാമത്തെ പോയിന്റ് കോൺസ്റ്റന്റ് പവർ സപ്ലൈ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. വൈദ്യുതി എപ്പോഴും ലാബിൽ ഉണ്ടായിരിക്കണം. അതൊരു ഹോസ്പിറ്റൽ ആണെങ്കിലും അതുപോലെ തന്നെ ഒരു ലാബ് ആണെങ്കിലും വൈദ്യുതി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഹോസ്പിറ്റലിനെ സംബന്ധിച്ചൊരു പ്രത്യേക ഒരു പവർ സപ്ലൈ ഉണ്ട്, EFS എന്നാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയിൽ അധികം വരുന്നില്ല. ഹോസ്പിറ്റലിൽ പ്രത്യേകമായിട്ടുള്ള ഒരു പവർ സപ്ലൈ ആണ് അത്, കാരണം 24 മണിക്കൂറും വർക്കിംഗ് ആയിട്ടുള്ള, ഒരു നിമിഷം പോലും എന്ത് വെച്ചില്ല ഹോസ്പിറ്റലിൽ കറണ്ട് ഇല്ലാതിരിക്കാനായിട്ട് സാധിക്കുന്നതല്ല. അപ്പൊ അതിന് വേണ്ടി പ്രത്യേകം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാറ്റിക് വേ ആണ് EFS എന്നാണെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മയിൽ ഏതൊരു ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എടുക്കുകയാണെങ്കിൽ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, ദെൻ ഈ ഒരു ലബോറട്ടറിയില് കോൺസ്റ്റന്റ്, അതായത് സ്ഥിരമായിട്ടുള്ള ഒരു പവർ സപ്ലൈ ഉണ്ടായിരിക്കും. കാരണം എപ്പോഴും പേഷ്യന്റ് വരുന്നതാണ് ടെസ്റ്റുകൾക്ക് മറ്റും നമ്മൾക്ക് ഉപകരണങ്ങൾ, അതായത് ലാബിലെ ഉപകരണങ്ങൾക്ക് പ്രവർത്തിക്കണമെങ്കിൽ ഈ ഒരു വൈദ്യുതി സ്ഥിരമായിട്ട് ഉണ്ടായിരിക്കേണ്ടതാണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് വെന്റിലേഷൻ, എൻവയൺമെന്റ് കൺട്രോൾ, ടെമ്പറേച്ചർ, ഹ്യൂമിഡിറ്റി ആൻഡ് ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് അല്ലെ. വെന്റിലേഷൻ, അതായത് ഒരു നിശ്ചിത അല്ലെങ്കിൽ ഒരു വായു പ്രവാഹം ഉണ്ടായിരിക്കണം, വായു സഞ്ചാരം
ലബോറട്ടറിയിൽ ഉണ്ടായിരിക്കണം. വെന്റിലേഷൻ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എൻവയൺമെന്റൽ കൺട്രോൾ അല്ലെ, എൻവയൺമെന്റ് കൺട്രോൾ എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചർ, അതായത് ഒരു നിശ്ചിത രീതിയിലുള്ള ഒരു നിശ്ചിത തരത്തിലുള്ള ഒരു ടെമ്പറേച്ചർ ആയിരിക്കണം ലാബിൽ ഉണ്ടായിരിക്കേണ്ടത്. ദെൻ ഹ്യൂമിഡിറ്റി, ഈർപ്പം അല്ലെ, ആർദ്രത അല്ലെ, അത് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇനി ലൈറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഉണ്ടായിരിക്കണം അല്ലെ, നിശ്ചിത ലൈറ്റിംഗ് സംവിധാനം ഉണ്ടായിരിക്കണ്ടേ? വൈദ്യുതി വേണം, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ലൈറ്റിംഗ് എന്ന് പറയുന്നത് അല്ലെ. വെളിച്ചുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇതൊക്കെ കാണാനായിട്ട് സാധിക്കുക അല്ലെ. അപ്പൊ അതും ഒരു ഗുഡ് ലബോറട്ടറിക്ക് വേണ്ട ആണ്. And then next one, communication facility with the referral centers. ഓക്കെ, നമുക്ക് മനസ്സിലാവുമെന്ന് തോന്നുന്നു. എന്താണ് റെഫറൽ സെന്റേഴ്സ് എന്ന് ഇവിടെ പറയുന്നത്? ഒന്ന് കമന്റ് ചെയ്തേ നിങ്ങൾ. ഞാൻ മാത്രമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വിത്ത് റെഫറൽ സെന്റേഴ്സ്? എന്താ ഇവിടെ ഉദ്ദേശിക്കുന്നത്? കമന്റ് ചെയ്തേ വേഗം. വേഗം കമന്റ് ചെയ്യേ. എന്താണ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വിത്ത് റെഫറൽ സെന്റേഴ്സ്? റെഫറൽ സെന്റേഴ്സ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരെയാണ്? കമ്മ്യൂണിക്കേഷൻ മനസ്സിലാവുന്നില്ലേ? ഫ്രണ്ട് ഡെസ്ക് ആണോ? അല്ല, ഒരിക്കലും അല്ല കേട്ടോ. റെഫറൽ സെന്റർ, റെഫർ ഔട്ട് ചെയ്യുക, റെഫറിങ് ചെയ്യുക എന്നൊക്കെ ഞാനൊരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പറഞ്ഞതാണ് കേട്ടോ, പറഞ്ഞു തന്നിരുന്നതാണ് ഇതൊക്കെ. വേഗം കമന്റ് ചെയ്യും, കമന്റ് എനിക്ക് നോക്കണം. എന്താണ് അവിടെ പറയുന്നത്? റെഫറൽ സെന്റേഴ്സ്, ഫ്രണ്ട് ഡെസ്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഫ്രണ്ട് ഡെസ്ക് ഒന്നും അല്ല കേട്ടോ, ഫ്രണ്ട് ഡെസ്ക് ഒന്നും അല്ല. എന്താണ്? അതായത് റെഫറൽ സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് അറിയാലോ. അതായത് ഒരു ലാബിൽ ഇപ്പൊ എന്താണ്, നമ്മളിപ്പോ ഒരു ലാബിൽ ചെന്നു വിചാരിക്കാം. നമ്മൾക്ക് എന്തെങ്കിലും ടെസ്റ്റുകള് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ലാബിൽ ചെല്ലുക. നമ്മൾ ലാബിൽ ചെല്ലുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണല്ലോ അവരോട്, എപ്പോ കിട്ടും റിസൾട്ട് അല്ലെ? നമുക്കത് അറിയണം, എത്ര മണിക്കാണ് ആ റിസൾട്ട് കിട്ടാന്ന് നമുക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. കാരണം എത്രയും പെട്ടെന്ന് കിട്ടിയാല് എത്രയും പെട്ടെന്ന് ഡോക്ടറെ കാണാം, എത്രയും പെട്ടെന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് ആരംഭിക്കാം. അപ്പൊ അവര് പറയും ഈവനിങ്ങോട് കൂടിയാവും അല്ലെങ്കിൽ ഉച്ചയോട് കൂടിയാവും എന്നൊക്കെ പറയും അല്ലെ. എന്നാൽ ചില ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ അവർ പ്രത്യേകം പറയുന്നുണ്ട് 2 ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 1 ദിവസം കഴിഞ്ഞേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ 3 ദിവസത്തേക്കായിരിക്കും, അല്ലെങ്കിൽ 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കാം റിസൾട്ടുകൾ കിട്ടുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? കാരണം ആ ടെസ്റ്റ് ആ ലാബിൽ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരിക്കില്ല അല്ലെ. അപ്പൊ ഇവരെന്ത് ചെയ്യും? അതായത് ഈ സംവിധാനമുള്ള മറ്റ് ലബോറട്ടറികളിലേക്ക് എന്ത് ചെയ്യും? ഈ ഒരു സാമ്പിൾ എന്ത് ചെയ്യും? കൊണ്ടുപോകും. ഓക്കെ, അങ്ങനെ കൊണ്ടുപോയിട്ട് അവിടെയാണ് എന്ത് ചെയ്യുന്നത്? ഈ ടെസ്റ്റ് നടത്തുന്നതും ദെൻ നമുക്ക് റിസൾട്ട് കിട്ടുന്നതും. ഓക്കെ, ഇവിടെ പ്രത്യേകം പറയുന്നത് എന്താണ്? എവിടേക്കാണോ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ അയക്കുന്നത് അതിനെയാണ് എന്ത് ഇവിടെ ഉദ്ദേശിക്കുന്നത്? റെഫറൽ സെന്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോ റെഫറൽ സ്ഥിരമായിട്ടും ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും വരിക. അപ്പൊ ഒരു ലാബ്, ഒരു പ്രദേശത്തുള്ള ഒരു ലാബ് ആണെങ്കിൽ അവർ സ്ഥിരം ഇങ്ങനെയുള്ള, അതായത് ആ ലാബിന് അതിൻ്റെതായിട്ടുള്ള, അതായത് ഇന്ന ടെസ്റ്റുകൾ ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇല്ലെങ്കിൽ അവർ സ്ഥിരമായിട്ട് ഒരു ലാബിൽ തന്നെയായിരിക്കും എപ്പോഴും കൊടുക്കുക. അപ്പൊ ആ ഒരു ലാബുമായിട്ട് എന്ത് ചെയ്യണം? അതായത് റെഫറൽ സെന്റർ ആയിട്ടുള്ള ലാബുമായിട്ട് എപ്പോഴും ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റി വിത്ത് റെഫറൽ സെന്റേഴ്സ്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കാം നമുക്ക്. ട്രാൻസ്പോർട്ട് ഓഫ് സ്പെസിമെൻ സാമ്പിൾസ് ടു റെഫറൽ സെന്റേഴ്സ് ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. അതുപോലെ തന്നെ എന്താണ് ഈ സ്പെസിമെൻ അല്ലെ, ഈ സാമ്പിളുകൾ കൊണ്ടുപോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ സംവിധാനം ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മളിപ്പോ ഇന്ന് കൊണ്ടുപോയി ബ്ലഡ് കൊടുത്തു വിചാരിക്കാം, നമുക്ക് 2 ദിവസം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് തരുള്ളൂ എന്ന് വിചാരിക്കാം. അപ്പൊ എന്ത് ചെയ്യണം? ഇന്ന് തന്നെ എന്ത് ചെയ്യണം? ആ സാമ്പിളുകള് അവര് സെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അവര് ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും അല്ലെ. അതിനുള്ള സൗകര്യം, ആ ഒരു സാമ്പിളുകൾ കളക്ട് ചെയ്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക്, മറ്റ് ലാബുകളിലേക്ക് കൊണ്ടുപോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ലാബ് ഏരിയാസ് ദാറ്റ് കണ്ടെയ്ൻ carcinogens
radioisotopes, biohazards, and lasers should be correctly marked with the proper warning signs. Okay. എന്താണ് ഇവിടെ പറയുന്നത്? ലാബ് ഏരിയാസ് ദാറ്റ് കണ്ടെയ്ൻ കാർസിനോജൻസ്. കാർസിനോജൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർസിനോജൻസ് എന്താണ്? കാർസിനോജൻസ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ടോ നിങ്ങള്? കാർസിനോജൻസ് എന്ന് പറഞ്ഞാൽ എഴുതിക്കോളൂ കേട്ടോ. The agents that promoting cancer. The agents that promoting cancer. ഇതാണ് കാർസിനോജൻസ് കേട്ടോ. ഓക്കെ, അപ്പൊ അതാണ് കാർസിനോജൻ. പിന്നെ റേഡിയോ ഐസോട്ടേപ്സ്, അതൊക്കെ എന്താണ്? ലാബുകളിൽ കൂടുതലായിട്ട്, ലാബ് ഏരിയയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഘടകവസ്തുക്കളാണ് കേട്ടോ. ദെൻ ബയോഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബയോഹസാർഡ്സ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളുടെ ധാരാളം പേഷ്യൻസ് ആണ് കൂടുതലും എന്ത് ചെയ്യുക, ലാബുകളിൽ ടെസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നത് അല്ലെ. അപ്പൊ അവരുടെയൊക്കെ എന്താണ്, നമ്മൾ സാമ്പിളൊക്കെ എടുക്കുമ്പോൾ അതിനകത്ത് ധാരാളം രോഗാണുക്കളൊക്കെ ഉണ്ടാവാം. അത് ലാബ് ടെസ്റ്റ് ചെയ്യുന്ന ആളുകളിലേക്ക് എന്ത് ചെയ്യാം? സ്പ്രെഡ് ചെയ്യാം അല്ലെ. ഇപ്പൊ ജൈവപരമായിട്ട് അല്ലെങ്കിൽ എന്താ പറയാ, ജൈവപരമായിട്ടുള്ള മാലിന്യങ്ങളെയാണ് എന്ത് പറയാ? ബയോഹസാർഡ്സ് എന്ന് പറയാം. ഇത് ടെസ്റ്റ് ചെയ്യുന്ന ആളുകളിലേക്ക് എഫക്ട് ചെയ്യാനും അവർക്ക് രോഗം വരാനുള്ള സാധ്യതകള് കൂടുതലാണ്. ഓക്കെ, അപ്പോ അതുപോലെ തന്നെ ലേസേഴ്സ് എന്ന് പറഞ്ഞാൽ തീവ്രപ്രകാശം. ഓക്കെ, അതായത് ഭയങ്കരമായിട്ട് ലൈറ്റിംഗ് ഉള്ള ഏരിയകൾ ലാബിൽ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്ത് അതെന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് വാർണിംഗ് സൈൻസോട് കൂടി മാർക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങള് കാർസിനോജൻസ്, റേഡിയോ ഐസോട്ടേപ്സ്, ബയോഹസാർഡ്സ് ആൻഡ് ലേസേഴ്സ്, ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ആ ഒരു ലാബിൽ ഉണ്ടാകും. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് വാർണിംഗ് സൈൻസോട് കൂടി എന്ത് ചെയ്തിരിക്കണം? പേഷ്യന്റിന് അവയർനെസ് കൊടുത്തിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് കൂടി എന്താണ്, എന്താ പറയാ, അവയർനെസ് കൊടുത്തിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് വാർണിംഗ് സൈൻസ് ഒക്കെ എന്ത് ചെയ്യണം? ലാബില് ഉണ്ടായിരിക്കണം. ഓക്കെ, അടുത്തത് കേട്ടോ. ഇവിടെ പറയുന്നത് ടു ഇഷ്യൂ ക്രോസ് കണ്ടാമിനേഷൻ ദ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് should have a separated designated areas for reception, for specimen collection, for waiting, work area, disposal area, cleaning of glasswares, toilet facilities for staff and for patients. Okay, ഇവിടെ ഇഷ്യൂ എന്ന് പറയുന്നുണ്ട്. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ അർത്ഥമാക്കുന്നത്? ഒഴിവാക്കുക എന്നാണ് കേട്ടോ. ഒന്ന് എഴുതി വെക്കാം മുകളിൽ കേട്ടോ. ഒഴിവാക്കുക എന്നാണ് ഇഷ്യൂ. ESCHEW കേട്ടോ, ഒഴിവാക്കുക. ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോസ് കണ്ടാമിനേഷൻ എന്ന് പറഞ്ഞാല് അതിന്റെ നേരെ ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് മൈക്രോ ഓർഗാനിസം. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് മൈക്രോ ഓർഗാനിസം, അതാണ് ക്രോസ് കണ്ടാമിനേഷൻ. ട്രാൻസ്ഫർ ഓഫ് മൈക്രോ ഓർഗാനിസം. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? മൈക്രോ ഓർഗാനിസം, അതായത് സൂക്ഷ്മ രോഗാണുക്കളൊക്കെ അതിന്റെ ട്രാൻസ്ഫർ, അതിന്റെ കൈമാറ്റം തടയുന്നതിന് വേണ്ടിയിട്ട് ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് എവിടെ ഉണ്ടായിരിക്കണം? ലാബിൽ ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ട് ലാബിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയായിരിക്കണം? അതായത് റിസപ്ഷന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ഏരിയ ഉണ്ടായിരിക്കണം. ദെൻ അതുപോലെ തന്നെ സാമ്പിൾ കളക്ഷന് വേണ്ടിയിട്ട്, സ്പെസിമെൻ കളക്ഷൻ എന്ന് പറയുന്നുണ്ട്, സാമ്പിൾ കളക്ഷന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ഏരിയ ഉണ്ടായിരിക്കണം. ദെൻ വെയിറ്റിംഗ് ഏരിയ സെപ്പറേറ്റ് ആയിരിക്കണം, വർക്ക് ഏരിയ സെപ്പറേറ്റ് ആയിരിക്കണം, ഡിസ്പോസൽ ഏരിയ സെപ്പറേറ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ ക്ലീനിങ് ഓഫ് ഗ്ലാസ് വെയേഴ്സ്, ടോയ്ലറ്റ് ഫെസിലിറ്റീസ്,
അത് സ്റ്റാഫിനും പേഷ്യൻസിനും ടോയ്ലറ്റ് ഫെസിലിറ്റീസ് സെപ്പറേറ്റ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എന്തിരിക്കണം, ഡിസൈൻ ചെയ്തിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? മൈക്രോ ഓർഗാനിസംസ് ട്രാൻസ്ഫർ ആവാതിരിക്കാൻ, അതിനെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ധാരാളം ഞാൻ പറഞ്ഞു, ധാരാളം ആളുകള് രോഗത്തോട് കൂടിയിട്ട് ആളുകൾ വരുന്ന ഒരു ഏരിയയാണ് ലബോറട്ടറി എന്ന് പറയുന്നത്. ധാരാളം രോഗാണുക്കളും അവരോടൊപ്പം കൂടിയിട്ട് അല്ലെ സാമ്പിൾസ് ഒക്കെ കളക്ട് ചെയ്യുമ്പോഴും. എല്ലാ ഏരിയയും എന്താണ് ഒരു ഇതിൽ തന്നെ ആയിക്കഴിഞ്ഞാല് ഈ രോഗാണുക്കൾ എന്ത് ചെയ്യും, പെട്ടെന്ന് സ്പ്രെഡ് ആകും അല്ലെ. അപ്പൊ ഇതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓരോ ഏരിയയും എന്ത് ചെയ്തിരിക്കണം, സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കണം. ഞാൻ പറഞ്ഞു ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പേഷ്യൻസിന് അല്ലെങ്കിൽ നിശ്ചിത ആളുകൾക്ക് പ്രവേശനമില്ല. അതിനകത്ത് എന്താ പറയാ, അനുവാദം കിട്ടിയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് ആ ലാബ് ഏരിയ, അതായത് ആ ടെസ്റ്റ് നടത്തുന്ന സ്ഥലത്തേക്ക് പ്രവേശനം അനുവദിക്കുക. കാരണം എന്താ, കൂടുതലും രോഗാണുക്കളുമായിട്ട് എന്താണ് ആ ഒരു എന്താ പറയാ ഒരു കളക്ഷൻ ആണ് ആ ഒരു ഏരിയയിലുള്ളത് അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ് സെപ്പറേറ്റ് ആയിട്ട് നല്ല ഡോറൊക്കെ സെറ്റ് ചെയ്തിട്ട് വാർണിംഗ് സൈൻസ് ഒക്കെ ഫിക്സ് ചെയ്തിട്ടായിരിക്കണം ആ ഒരു ഏരിയ ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ഓരോ ഏരിയയും എന്ത് ചെയ്തിരിക്കണം, സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്തിരിക്കണം. രോഗാണുക്കളെ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. Specimen sample slide storage facility including cold storage. Wherever applicable, only authorized personnel should have access to examination area, record keeping areas. Okay, അതായത് ഈ സ്പെസിമെൻ ഈ സാമ്പിളുകളൊക്കെ കളക്ട് ചെയ്യുമല്ലോ നമ്മള് അല്ലെ. അതായത് ലബോറട്ടറിയിലെ സ്റ്റാഫുകൾ എന്ത് ചെയ്യും, ഇതൊക്കെ കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് ഇവിടെ കളക്ട് ചെയ്ത് അല്ലെ സൂക്ഷിച്ചു വെക്കും അല്ലെ. അപ്പൊ ഇത് സൂക്ഷിച്ചു വെക്കുന്നത് ചിലപ്പോ 1-2 ദിവസത്തേക്കൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഇത് കളക്ട് ചെയ്ത് വെക്കേണ്ട ഒരു ആവശ്യം ഉണ്ടാവുക. ഇപ്പൊ സാമ്പിൾസ് ഒക്കെ നമുക്ക് അയക്കാനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഡിലേസ് ഒക്കെ വന്നാൽ എന്ത് ചെയ്യും, ഇത് കോൾഡ് സ്റ്റോറേജിൽ എന്ത് ചെയ്യും, സൂക്ഷിച്ചു വെക്കും അല്ലെ, ഫ്രോസൺ ആക്കി വെക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇത് പറയുന്നത്, അതിനകത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സാമ്പിൾസ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നതിനും മറ്റും ആരെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്, അതായത് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സണുകൾ മാത്രമാണ് ഇങ്ങനെയുള്ള ടെസ്റ്റുകൾക്കും കാര്യങ്ങളും അതൊക്കെ എക്സാമിൻ ചെയ്യാനായിട്ട് അവകാശമുള്ളത്. ഓക്കെ, വേറെ ആരും എന്ത് ചെയ്യില്ല, ആ ഒരു ഏരിയയിലൊക്കെ എന്ത് ചെയ്യില്ല, കടത്തി വിടുന്നതായിരിക്കും. അപ്പൊ സാമ്പിൾസ് ഒക്കെ എന്ത് ചെയ്യും, ചില അവസരങ്ങളിൽ കൂടുതൽ ദിവസങ്ങളൊക്കെ കളക്ട് ചെയ്ത് വെക്കുന്നുണ്ടെങ്കിൽ ഫ്രോസൺ അതായത് കോൾഡ് സ്റ്റോറേജിൽ അല്ലെ എന്ത് ചെയ്യും, ഇത് കളക്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇഷ്ടപ്പെട്ടോ? ലബോറട്ടറി ഇഷ്ടായോ? ഇഷ്ടായി? ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഒന്ന് ഇത്ര എടുക്കുന്നുള്ളൂ, ഞാൻ മൈക്ക് ഓൺ ചെയ്യുവാണ് കേട്ടോ. ഇൻഫ്രാസ്ട്രക്ചർ ഒന്നുകൂടെ പറയാമോ? ഏതാണ് ഇൻഫ്രാസ്ട്രക്ചർ? ഓക്കെ, പറയാം. ഞാൻ പറഞ്ഞ എന്തായിരുന്നു, അതായത് ഒരു ലാബിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടല്ലോ, നടക്കട്ടെ. അതായത് ഒരു ലാബിലെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് അവിടെ സേവനങ്ങൾ നൽകുന്നത്. ഒരു ലാബിൽ അടിസ്ഥാന സൗകര്യങ്ങൾ കുറവാണെങ്കിൽ ആ ലാബില് കുറച്ച് സേവനങ്ങളാണ്, അധികം ടെസ്റ്റുകളും കാര്യങ്ങളൊന്നും ആ ലാബിൽ ഉണ്ടാവില്ല. ഇനി കുറച്ചും കൂടി അടിസ്ഥാന സൗകര്യങ്ങൾ കൂടിയിട്ടുള്ള ലാബാണെങ്കിൽ എന്താണ്, അവിടെ പേഷ്യന്റിന് ഉയർന്ന രീതിയിലുള്ള ടെസ്റ്റുകളും മറ്റും നടത്തുന്നതാണ്. ഇനി ഇങ്ങനെയുള്ള അതായത് എല്ലാ ലാബുകളും അടിസ്ഥാന സൗകര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരിക്കുമെന്ന് പറയുന്നുണ്ട്. ആ ലാബുകൾക്ക് മാത്രമാണ് എന്ത് കൊടുക്കുക, ലൈസൻസ് ഇഷ്യൂ ചെയ്യുക. ഓക്കെ, റെഗുലേറ്ററി ആൻഡ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അടിസ്ഥാന സൗകര്യങ്ങളുള്ള ലാബുകൾക്ക് എന്ത് കൊടുക്കുന്നത്, ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അടിസ്ഥാന സൗകര്യങ്ങളുള്ള ലാബാണെങ്കിൽ ആ ലാബില് വിഭവങ്ങൾ അതായത് അവിടെ ടെസ്റ്റ് ചെയ്യുന്ന സാമ്പിളുകൾ അതിന്റെ ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ എന്തായിരിക്കും, ക്വാളിറ്റി ഉള്ളതായിരിക്കും. അതുപോലെ തന്നെ അതായത് ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് ആ ടെസ്റ്റ് ആ റിസൾട്ടുകളും ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടുകളും മറ്റും രോഗിക്ക് കൊടുക്കാനും അതുപോലെ തന്നെ എന്താ പറയാ അവിടെ വർക്ക് ചെയ്യുന്ന ലബോറട്ടറി സ്റ്റാഫുകളൊക്കെ ഉണ്ടല്ലോ അവിടെ വർക്ക് ചെയ്യുന്ന അവർക്ക് എന്താണ് അവരുടെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കാനും ദെൻ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ എന്താണ് അവർക്ക് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് സെറ്റ് ചെയ്യാനും കൂടിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എന്ത് ചെയ്യുന്നത് പ്രൊവൈഡ് ചെയ്യാനായിട്ട്
പറയുന്നത്. പിന്നെ ഒരു ലാബിലെ അല്ലെങ്കിൽ ഒരു ലാബിന്റെ മാനേജ്മെന്റ് അവരുടെ നടത്തിപ്പുകാരുണ്ടാവുമല്ലോ, അവരുടെ ഉത്തരവാദിത്വമാണ് എന്ത് ചെയ്യുക, അതായത് അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് വേണ്ട വിധത്തിലുള്ള സപ്പോർട്ട് കൊടുക്കുക, അതുപോലെ തന്നെ പേഷ്യന്റിന് ക്ലിയർ ആയിട്ടുള്ള റിസൾട്ട് കൊടുക്കുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ, ക്ലിയർ ആണോ? ജോമോൻ ക്ലിയർ ആണ്. ഓക്കെ. വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? കാർസിനോജൻസ് ഒന്നുകൂടി ക്ലിയർ ആയി പറഞ്ഞുതരോ? ഏതാണ്? കാർസിനോജൻസ്. ഓക്കെ ഓക്കെ, കാർസിനോജൻസ് അല്ലേ? അതായത് ദ ഏജൻസ് ദാറ്റ് പ്രൊമോട്ടിംഗ് ക്യാൻസർ, ക്യാൻസറിന് കാരണക്കാരനാകുന്ന അല്ലെങ്കിൽ ക്യാൻസറിന് കാരണമാകുന്ന ഏജൻസിനെയാണ് എന്ത് പറയുക, കാർസിനോജൻസ് എന്ന് പറയാം. ഓക്കെ, കാർസിനോജൻസ് ക്യാൻസറിന് കാരണമായിട്ടുള്ള ഏജൻസ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലാബുകളിൽ കാണാനായിട്ട് സാധിക്കും കേട്ടോ. കാരണം ധാരാളം പേഷ്യൻസ് എന്ത് വരുന്നുണ്ട്, ധാരാളം രോഗങ്ങളുമായിട്ടാണ് വരുന്നത്. ഈ മൈക്രോ ഓർഗാൻ അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അവിടെ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ, ക്ലിയർ ആണോ രമ്യ സുനിൽ? ക്ലിയർ ആണ്. ഓക്കെ. ഓക്കെ, അപ്പോ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചോദിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? നമുക്ക് നോട്ടായിട്ട് എഴുതാനുള്ളത് ഇത് മാത്രമാണ് അല്ലെ, ഈ ഒരു ടേബിളിലെ കാര്യങ്ങൾ മാത്രമാണ്. സെറോളജി എന്താണ് അന്നു ജോമോനെ? സെറോളജി സെറോളജി എന്താ? സെറോളജി പറഞ്ഞേ, പറഞ്ഞേ. ആന്റിബോഡീസിനെ ഫൈൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ടെസ്റ്റിനെയാണ് സെറോളജി. അല്ലേ? ഓക്കെ. അഞ്ജു, ഇമ്മ്യൂണോളജി എന്താ? ഇമ്മ്യൂണോളജി ഇമ്മ്യൂണോളജി എന്താ? ഒരാള് പറഞ്ഞേ, ഇമ്മ്യൂണോളജി പറഞ്ഞേ. ഇമ്മ്യൂണോളജി പറയാവോ ഒരാള്? ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ഡയഗ്നോസ് ചെയ്യുന്നെങ്കിൽ ജന്മന ഉണ്ടാവുന്ന അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈല് കൊണ്ടുവരുന്ന അസുഖം കൊണ്ട് ഇമ്മ്യൂൺ സിസ്റ്റത്തിന്റെ തകരാറ് നോക്കുന്ന ടെസ്റ്റാണ് ഇമ്മ്യൂണോളജി. ഓക്കെ, നെക്സ്റ്റ് വൺ പാരസൈറ്റോളജി. പാരസൈറ്റോളജി എന്താ? പാരസൈറ്റോളജി ഇതിനെ കുറിച്ചുള്ള പഠനമാണ് പാരസൈറ്റോളജി. പാരസൈറ്റിസിനെ കുറിച്ചുള്ള സ്റ്റഡി. പാരസൈറ്റ്സിനെ കുറിച്ചുള്ള പഠനം അല്ലെ? ഓക്കെ, അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആണോ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ക്ലിയർ ആണ് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇതുവരെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കാം. ഓക്കെ ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു. Thank you, ma'am. Thank you, Miss. Yes.